നമ്മളെ നാട്ടിക്കാൻ വേണ്ടിട്ട് അത്ര ഇഷ്ടാ. പറഞ്ഞത് സത്യമായി. നമ്മളിപ്പോ ഉള്ളതൊരു ഗാർഡനിലാണ്. ഇതെവിടെയാ സുരക്ഷ സ്ഥലം? ഇത് ജിദ്ദാസിനടുത്ത്, സീഫിനും ജിദ്ദാസിനും ഇടയിലുള്ള ഒരു ഏരിയ ആണ്. ടൗണിനകത്ത് തന്നെ അല്ലേ? ചുറ്റും വലിയ വലിയ ബിൽഡിങ്ങുകളാണ്. ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയത്തേ ഇല്ലല്ലേ? വെൽക്കം ബാക്ക്. ഞാനിപ്പോൾ ഉള്ളത് സീഫിലുള്ള ഒരു ഗാർഡനിലാണ്. ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയില്ല, അതിനേക്കാളും വലിയൊരു ഗാർഡനാണ്. പലതരത്തിലുള്ള പച്ചക്കറികളും ഒരുപാട് കൃഷികളുള്ള ഒരു സ്ഥലമാണ്. കുറേ കാണാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം ഞാനും ശ്രീഷനും ആമിയും കൂടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഗാർഡനിലെ കാഴ്ചകളൊക്കെ കാണാം. ഈ ഒരു ഗാർഡൻ്റെ ലൊക്കേഷൻ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ പറ്റുന്നവരൊക്കെ പോയി കാണണം. ഭയങ്കര രസമായിട്ടുള്ള നമ്മുടെ നാട് പോലെ തന്നെയുള്ളൊരു സ്ഥലമാണ്. ഈ ഒരു ക്ലൈമറ്റിൽ പോകുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. കാരണം ചൂട് കൂടുതലായി കഴിയുമ്പോഴത്തേക്കും അധികം പച്ചക്കറികളൊന്നും കാണാൻ ചാൻസ് ഇല്ല. ഞങ്ങളിപ്പോൾ ഇവിടെ കുറേ ഫാമുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു ഫാം വ്യത്യാസമാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ പോലുള്ള പച്ചക്കറികളൊക്കെ ഇവിടെയുണ്ട്. കാരണം ഈ പച്ചച്ചീര ചുമലച്ചീരയൊക്കെ ഞാൻ വേറൊരു ഫാമിലും കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ഉണ്ടാവുമായിരിക്കാം. പിന്നെ ഇത് കുറേ ഏരിയ ഉണ്ട് കൃഷി ചെയ്യുന്നതായിട്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് സീസണൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ചൂട് വരുമല്ലേ, അപ്പോഴത്തേക്കും എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇലക്ക് വ്യത്യാസം ഉണ്ടല്ലോ നമ്മൾ വാങ്ങിക്കുന്ന. കുറച്ചുകൂടെ റൗണ്ട് ആണെന്ന് തോന്നുന്നല്ലേ? അതെന്തിനാ കളയുന്നവര്? अभी सीजन कमती हो रहा है. अभी गर्मी आ गया ना. हाँ, सीजन के टाइम है ना, पत्ते मिलते हैं. इधर क्या क्या बनाते हैं? सब ये पत्ते वाले चीज़ हैं. എന്നാന്നറിയോ, ഇതിൻ്റെ ഇലയ്ക്ക് ശാലം വ്യത്യാസമില്ലേ? നമ്മൾ മേടിക്കുന്ന മേത്തി ഇല ഇതിനേക്കായി വലുതാണ്. കുമ്പളങ്ങ. ഇത് പലക്കല്ലേ? സിറ്റിയുടെ നടുക്കൊരു ഗാർഡൻ അല്ലേ? ആ, അങ്ങോട്ട് നമുക്ക് കാറുകളൊക്കെ പാഞ്ഞു പോകും. ഹൈവേ അതിൻ്റെ അപ്പുറത്തെല്ലാം ബിൽഡിങ്ങുകൾ നിറഞ്ഞു നിൽക്കും. ആ ഭാഗം സീഫ്, ഈ ഭാഗം ജിദ്ദാഫ്. ഇത് ജിദ്ദാഫാണോ? മനസ്സിലായില്ല കേട്ടോ. ഈ ഒരു ഭാഗം കാണാൻ ഭയങ്കര രസമുണ്ട്. എന്നാന്നറിയാവോ, ഒരിടത്ത് ബ്രോക്കോളി, അതിന് തൊട്ടപ്പുറത്ത് പാലക്ക്, അതിനപ്പുറത്തായിട്ട് ഉള്ളി, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. ഇപ്പുറത്ത് കുറേ ഇതായിട്ട് ഇങ്ങനെ മല്ലിയില കിളിപ്പിച്ചിട്ടുണ്ട്. ഉണ്ടോ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്. ഇപ്പോൾ ഏകദേശം ഇവിടെ സീസൺ കഴിയാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വിൻ്റർ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചാവുമ്പോഴത്തേക്ക് വരണം. അപ്പം നിറയെ നമുക്ക് കാണാം. കാരണം നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഒരു ഫാം ഉണ്ടെന്ന് ഒട്ടും അറിയത്തില്ലായിരുന്നു. ഇത് ടൗണിനകത്താണെന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും ഒരു അതിശയം വന്നു പോവേ. ഇതുണ്ട്, അവർ ആ നൂലിങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഓരോ കെട്ടെടുത്തിട്ട് അതിലിങ്ങനെ ചുറ്റുക. നമ്മളിത് 3 കെട്ട് വാങ്ങിക്കുമ്പോഴത്തേക്ക് 100 പീസാണ് ഇവിടുത്തെ. അപ്പോൾ സീസൺ ടൈമിൽ വരേണ്ടതായിരുന്നു. ഭയങ്കര ഭംഗിയായിരുന്നു. അറിഞ്ഞില്ലല്ലോ അപ്പം പാവക്കയുടെ പോലത്തെ തക്കാളി കുറവാ. കഴിഞ്ഞ് സീസൺ കഴിഞ്ഞില്ല. ഇവിടെ കൂടുതൽ ഇവര് ഈ ചീരയുടെ വ്യത്യാസം എന്താണെന്നറിയോ? അത് പച്ചച്ചീരയും ഇത് കുപ്പച്ചീരയും.
നമ്മൾ അകത്തോട്ട് കയറുന്ന ആ ഒരു ഭാഗമായിട്ടോ. ഇവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് നല്ല രസമാണ്. ശരിക്കും നാട്ടിലെത്തിയ പോലുള്ളൊരു ഫീലാണ് ഇവിടെ ഉള്ളത്. ഇതാണ് മറ്റേ ആ ഇതിന് ഉപയോഗിക്കുന്നത് നമ്മളെ അതാടി മൂളി 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 ഈ സാധനം മൂളിയാണ് ഈ കാണുന്ന അതിൻ്റെ റൂട്ടിൽ കിഴങ്ങ് മൂളിക്കിഴങ്ങ് ആ വെളുത്തിരിക്കുന്ന സാധനം അത് തന്നെ. നാട്ടിലെ പോലെ കിളിയുടെ സൗണ്ട് അല്ലേ? പക്ഷെ കാണുന്നില്ലല്ലോ. ഇതിനിടയിൽ ആ കളറ് പിടികിട്ടാത്തോണ്ടാ ഈ മരത്തിന്റെ അതേ കളറായി അടയ്ക്കാക്കിളി പോലത്തെ കിളിയാണ് അതിന്റെ സൗണ്ട് തന്നെ. കൂട് കണ്ടോ? ആ ഇവിടെ ഇഷ്ടം പോലെ കാണുമായിരിക്കും ഈ പൂവൊക്കെ ഇല്ലേ ഇതിൻ്റെയൊക്കെ. എള്ളുപോലത്തെ സാധനമല്ലേ ആ സ്ഥലം അല്ലേ? അവരുടെ അക്കോമഡേഷനാന്ന് തോന്നുന്നല്ലേ? അക്കോമഡേഷനാന്ന് തോന്നുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ ഉള്ളി കിളുത്ത് നിൽക്കും. ആ പൂവിൻ്റെ അത് ഇലയൊന്ന് പറിച്ച് മണപ്പിച്ച് നോക്കിയേ. ബിരിയാണിക്കകത്ത് ഇടുന്ന അതല്ല ഇല. ആ ഞെരടിയിട്ട് മണപ്പിക്കേ. ആ അതുകൊണ്ടാ പനിയുണ്ട്. അതാണ് ഉള്ളിത്തണ്ട്. ആ ചെറുതത് അപ്പുറത്ത് ചെറിയ ഉള്ളി. മറ്റേ ഈ റെഡ് കളറിലെ ബീറ്റ്റൂട്ട് പോലത്തെ ഇല്ലേ, ക്യാരറ്റ് ഒക്കെ പോലത്തെ, അതായത് അതെ അതെ. രക്ഷിട്ടാ ആ മഞ്ഞ കളറിലെ എന്തോന്നറിയാവോ? അത് നമ്മുടെ ബിരിയാണിക്കകത്ത് ഇടുന്ന ഇലയില്ലേ, സ്മെല്ലുള്ള നല്ല മണമുണ്ട് കേട്ടോ. ഞാൻ പറിച്ചു നോക്കി. ആ ഇത് റാഡിഷ് അല്ലേ, ചീരയല്ലേ ആയിരിക്കും. ആ മല്ലിയില ആണോ? ആ ആ എപ്പോഴും കിട്ടുന്നതല്ലേ മല്ലിയില. ഉള്ളിത്തണ്ടല്ലേ, ഉള്ളിയുണ്ട് അതില്. ഉള്ളി ആ ഉള്ളിസുര വെള്ളയില്ലേ, സലാഡ് ഉള്ളി അതാ. ഇല്ലല്ലോ കുറേ ഉണ്ടല്ലേ. ഏതാ? ആ ഇതല്ലേ ബിരിയാണിയുടെ. ഇതിന്റെ പേരെന്തോണോ? ഇത് എത്ര ഏക്കർ കാണും കൃഷ്ണ? കുറേ ഉണ്ടല്ലേ. മത്ത നിൽപ്പുണ്ട് അപ്പുറം. അങ്ങോട്ട് പോകാൻ എന്ത് രസമല്ലേ. മല്ലിയിലൊക്കെ കിളിപ്പിച്ചിട്ട് അത് പൂത്ത് ഉടനെ പറിക്കുമായിരിക്കും അല്ലേ? ഓ ചീര കണ്ടിട്ട് എൻ്റെ കൺട്രോൾ. ഓ ഇവിടെ എന്ത് രസമല്ലേ. ആ ഇങ്ങോട്ട് വാ. തക്കാളി പഴുത്തതൊക്കെ എന്താ ഇവർ പറിച്ചെടുക്കാത്ത? എന്നാലും തക്കാളി ഇല്ലേ കണ്ടോ, എത്ര പഴുത്ത് നിൽക്കുന്നുണ്ട്. ഇവർ കാണുന്നില്ലെന്ന് തോന്നുന്നു. ഈ പച്ചക്ക് ചുമലച്ചീരയുടെ ഇടയ്ക്ക് പച്ച നിൽക്കുന്നതാണ് നല്ല രസമുണ്ടല്ലേ. ആ ഇതാണ് ബീറ്റ്റൂട്ട് കണ്ടോ ശരിക്കും. ആ അതിന്റെ റൂട്ടാണ്, ട്രോൾ ചെയ്താ അല്ലേ. തക്കാളി കണ്ടിട്ടില്ല, കണ്ടോ? ആദ്യമായിട്ട് കാണുവാണോ? കണ്ടോ തക്കാളി. ഇതാണ് പഴുത്ത തക്കാളി, ഇത് പച്ച തക്കാളി. കണ്ടോ, ഇതാണ് തക്കാളിയുടെ ഇല. മനസ്സിലായോ ശരിക്കും? ആ നടന്നു.
ആണോ? ഏത് പള്ളിയാണോ? പോകുന്നത് കണ്ടില്ലേ? പ്രകൃതി സ്നേഹം ഇത്തിരി കൂടെ. അതെന്തോ ഉണ്ടാക്കും അവിടെ? അവിടെ ഏതാണ്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ ചിരിക്കണം, ഇങ്ങനെ. ഒരു മിനിറ്റ്. അച്ഛൻ പറഞ്ഞ കേട്ടോടാ വയസ്സായെന്ന്. ഞാൻ വയസ്സായില്ല. പോവാം. ഇത് നോക്കി കാട്ടിലോട്ടൊന്നും ഇറങ്ങി എനിക്ക് ആ ഡയലോഗ് ഞാൻ ഓർത്തില്ല. പക്ഷെ ഇത്രയും വലിയ ഗാർഡനാന്ന് ഓർത്തില്ലടാ. അത് ബോർവെല്ലോ? ആഹാ, ആ എടുത്ത്. എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ തോന്നുന്നുണ്ട്. ആ, എനിക്കേ ഈ വെള്ളത്തിൽ ഇറങ്ങാൻ തോന്നുന്നു. ഈ ഗാർഡനിലേക്ക് ഫുള്ള് പമ്പ് ചെയ്യുന്ന ഇതാ അല്ലേ? സൗണ്ട് കേട്ടായിരുന്നു. ഈ ചെടിയുടെ അടുത്ത് വരുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് അല്ലേ ഇതിൻ്റെ ബിരിയാണിക്കകത്തിടുന്നത്. എന്താ പറഞ്ഞേ? സ്വാഗ്. എന്തേ ഇവിടെ തന്നെ ഇത് സെയിൽ ചെയ്യുകയാണോ അതോ പുറത്ത് കൊടുക്കുവാണോ? ആ, ഇവിടുത്തെ മാർക്കറ്റിലല്ലേ. ദേ കിളികൾ പറക്കുന്നത് കണ്ടോ? അതിൻ്റെ അകത്തൊട്ട് വേളി കൂടെ നോക്കിയേ. നോക്ക് നോക്ക്, കിളികൾ പറക്കുന്നുണ്ടോ? ഉണങ്ങിയതാ കുമ്പളം. ഉണക്കിട്ടല്ലേ കളിയൊക്കെ പഴുത്തിട്ട് ഉണങ്ങിയൊക്കെ വരുന്നു. ആ ആ, ഇതെല്ലാം ഉപേക്ഷിച്ചാന്ന് തോന്നി ഈ തക്കാളിയെല്ലാം. പുതിയ എന്തോ കൃഷി ചെയ്യാനാന്ന് തോന്നുന്നു. നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ. ആ, അറിയത്തില്ലല്ലോ. എന്നാലും ഇതൊക്കെ തന്നെയല്ലേ മാർക്കറ്റ് വരുന്നത് അല്ലേ? വെള്ളരിക്കല്ലേ, കുമ്പളങ്ങ. ആ, അതൊന്നും അടുത്ത് പോരുന്ന അത് അവർ കളയുന്നതാന്ന് തോന്നുന്നല്ലേ? അരിക്കിട്ടിരിക്കുന്നതായിരിക്കും ചിലപ്പോൾ അല്ലേ? എത്ര ഉണ്ടോ? 1 2 3 4 ഇപ്പുറത്തും കാണുമായിരിക്കും. 5. ഇത് കണ്ടോ? എല്ലാം റെഡി ആക്കിയിട്ടിരിക്കുക. ഇതപ്പോൾ റെഡി ആക്കിയിട്ടിരിക്കുമല്ലേ പുതിയ കൃഷിക്ക്. അപ്പോൾ പിന്നെ അവർ പറഞ്ഞു ചൂട് കാലത്ത് അധികം വളരാത്ത ചീര ഈ സാധനങ്ങളൊക്കെ വളരുന്നതായിരിക്കും. അത് മൾബറി അല്ലേ നിൽക്കുന്നത്? അങ്ങോട്ട് പോവാം. ദേ ഇനി വാടാ. ദേ ഡാർക്ക് കളറില് വേടാ മൾബറി. കുറച്ചല്ല കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ മാർക്കറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്? ഇത് നിറഞ്ഞു നിൽപ്പുണ്ട്. വണ്ടിയുടെ ചാവിയാണോ? അച്ഛൻ്റെ
വണ്ടിക്കകത്ത് കയറാൻ വേണ്ടിയിട്ട് ഓടുക. നടന്ന് കാല് കഴിച്ചെന്ന് തോന്നുന്നു പാവത്തിൻ്റെ. കണ്ട ക്യാബേജും കോളിഫ്ലവറും എല്ലാം ഉണ്ട്. ഈ ഒരു ഏരിയയിലോട്ട് നമ്മൾ പോയിട്ടില്ല കേട്ടോ, കാരണം കുറേ നടക്കാനുണ്ട്. നടന്ന് കാല് കഴിച്ചു. നോക്കേ, അവിടെ കണ്ട കോളിഫ്ലവറും ക്യാബേജും എല്ലാം ഉണ്ട്. ഞാൻ ഈ മൂലിയുടെ ആദ്യമായിട്ട് കാണുമോ ചെടിയെ. ഒട്ടും വിചാരിച്ചില്ല ഇതിൻ്റെ ഒരു ചെടി ഇങ്ങനെ ആയിരിക്കുമെന്ന്. ദൂരെ നിന്ന് നോക്കിയപ്പോൾ ഞാൻ ഓർത്തി ഇത് കോളിഫ്ലവർ ആയിരിക്കുമെന്ന്. നല്ലൊരു കളറുണ്ടല്ലേ. വളം വല്ലതും ആണോ ആർക്കറിയാം. ആ ഓക്കെ, എന്ത് വളമാണോ. നടന്ന ക്ഷീണത്തിന് നമ്മൾ വണ്ടിയിൽ വന്നിട്ടാണ് ഓറഞ്ചൊക്കെ കഴിച്ചു. ഒരാൾ ലഞ്ച് കഴിക്കാതെ വീട്ടിൽ നിന്ന് പാക്ക് ചെയ്തെടുത്തിട്ട് പോയിരുന്നു. വണ്ടിക്കകത്ത് വന്ന് തിരിച്ച് കയറിയിരുന്ന് ഫുഡ് കഴിക്കുവാണ്. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഡ്രൈവ് ചെയ്യുന്നവർക്ക് വാരി കൊടുക്കണമെന്നാണ്. മതിയാ. ഇന്നത്തെ നമ്മുടെ ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതൊരു